ഈ ബജറ്റിൻ്റെ ആദ്യ ഖണ്ഡിക ആരംഭിക്കുന്നത് ഒരു സന്തോഷ വാർത്ത കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നാണ് ആ സന്തോഷ വാർത്ത. സർ, ഇത് ബജറ്റ് പ്രസംഗമാണ്. ഈ ബജറ്റിൻ്റെ കൂടെ വച്ചിരിക്കുന്ന ബജറ്റിൻ ബ്രീഫ് അടക്കമുള്ള സംസ്ഥാനത്തിൻ്റെ ഫിസ്ക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, സാമ്പത്തിക സൂചകങ്ങൾ സർക്കാർ തന്നെ തന്നിരിക്കുന്ന ബജറ്റ് രേഖകളിലുണ്ട്. സർ, അങ്ങയുടെ ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന ഈ സന്തോഷ വാർത്തയും യഥാർത്ഥ കേരളത്തിലെ സിറ്റുവേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർ, ധനസ്ഥിതി വിലയിരുത്താൻ ഉപയോഗിക്കുന്ന സാമ്പത്തിക സൂചകങ്ങൾ റവന്യൂ കമ്മിയും ധനക്കമ്മിയെല്ലാമാണ്. റവന്യൂ കമ്മി 2023-24 GSDP റവന്യൂ ഡെഫിസിറ്റ് റേഷ്യോ 1.58% ആയിരുന്നു. ഇപ്പോൾ 24-25 അതിൻ്റെ റേഷ്യോ, അതാണ് റവന്യൂ ഡെഫിസിറ്റും GSDPയും തമ്മിലുള്ള റേഷ്യോ ആണ് നോക്കുന്നത്, 2.29% ആയിട്ട് ഉയർന്നു. ബാധ്യത കൂടി. റവന്യൂ കമ്മി ഈ കാലയളവിൽ നിന്നും 18,140 കോടിയിൽ നിന്നും 29,195 ഉയർന്നു. അതായത് 11,000 കോടി രൂപയുടെ വർധനവാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം. സന്തോഷ വാർത്തയാണ്. ധനക്കമ്മി 23-24 ഫിസ്ക്കൽ ഡെഫിസിറ്റും GSDPയും തമ്മിലുള്ള റേഷ്യോ 2.99% ആയി. ഇപ്പം അത് 3.51% ആയി. അതായത് ധനക്കമ്മി ഈ കാലയളവിൽ 34,258 കോടിയിൽ നിന്നും 44,747 കോടിയായി ഉയർന്നു. 10,500 കോടി രൂപയുടെ വർധനവ്. സർ, പ്ലാൻ കട്ട് ചെയ്തിട്ട് പോലും ഇത്രയും കൂടുതൽ റവന്യൂ കമ്മിയും ധനക്കമ്മിയും ഉണ്ടായി എന്നത് തന്നെ അങ്ങയുടെ ആദ്യ ഖണ്ഡികയിലെ വാചകത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്നു. ഒരു ക്രെഡിബിലിറ്റി ഇല്ല. പ്ലാൻ കട്ട് എത്ര, ഞാനത് പ്ലാൻ കട്ട് ചെയ്തതിൻ്റെ സൈസ് വായിച്ച തലയുറ്റി വീഴും. അഗ്രികൾച്ചർ 41.14% കട്ടാണ്, മനസ്സിലായില്ലേ? അതുപോലെ ആനിമൽ ഹസ്ബൻഡറി 48.88%, ഡയറി ഡെവലപ്മെൻറ്റ് 48.96%, ഫോറസ്റ്റ് 33, സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ ഏരിയ ഡെവലപ്മെൻറ്റ് 40, കോപ്പറേഷൻ 54, മേജർ ആൻഡ് മീഡിയം ഇറിഗേഷൻ 44, ഫ്ലഡ് കൺട്രോൾ ആൻഡ് ആൻറ്റി സീ ഇറോഷൻ 53, അങ്ങനെ വില്ലേജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് 47, മീഡിയം ആൻഡ് ലാർജ് ഇൻഡസ്ട്രീസ് 62%, ഇൻഫർമേഷൻ ടെക്നോളജി മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് 63%. സാർ, ഇത് വായിച്ച തീരില്ല. അതായത് ശരാശരി 50%-ലധികം പദ്ധതി വിഹിതം കട്ട് ചെയ്തിട്ടും റവന്യൂ കമ്മിയും ധനക്കമ്മിയും ഗൗരവമായി ഉയർന്നു. അതാണ് ഫിസ്ക്കൽ സിറ്റുവേഷൻ. അതാണ് ബജറ്റിൻ ബ്രീഫിൽ നൽകുന്ന ഫിസ്ക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതാണ്. എന്നിട്ടാണ് ഈ ന്യായം മുഴുവൻ പറയുന്നത്. യഥാർത്ഥ വസ്തുതകളെ എത്ര ഇതായിട്ടാണ് മറച്ചു പിടിച്ചിരിക്കുന്നത്. പ്രസംഗത്തിൽ കൂടി മറച്ചു പിടിക്കാൻ പറ്റുമോ? ആ യാഥാർത്ഥ്യം നിൽക്കുമല്ലേ നമ്മുടെ മുമ്പിൽ. പിന്നെ SC/ST വിഭാഗങ്ങളുടെ വരെ പദ്ധതി വെട്ടിക്കുറച്ചു. പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയെ പൂർണ്ണമായി അവഗണിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് അവഗണന. റബ്ബറിൻ്റെയും നെല്ലിൻ്റെയും താങ്ങുവില വർദ്ധിപ്പിച്ചില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. സപ്ലൈകോയുടെ കുടിശ്ശിക തീർത്ത് അവശ്യ സാധനങ്ങൾ, എസൻഷ്യൽ കമ്മോഡിറ്റീസ് സബ്സിഡി റേറ്റിൽ വിതരണം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുന്നതിന് പകരം അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നില്ല. സർ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓരോ വകുപ്പെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ വകുപ്പുകളിലെല്ലാം നമ്മുടെ പബ്ലിക് സെക്ടർ, KSEB, അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ ഏത് രംഗം, വാട്ടർ അതോറിറ്റിയിൽ ജലജീവൻ മിഷനെ കുറിച്ച് പറയുന്നു. 4,500 കോടി രൂപയാണ് ജലജീവൻ മിഷനിലെ കോൺട്രാക്ടേഴ്സിന് കൊടുക്കാനുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇത് കിട്ടാനുള്ള പണത്തിൻ്റെ ഷെയർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കോൺട്രാക്ടർ ആത്മഹത്യാ മുനമ്പിലാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള PWD കോൺട്രാക്ടർക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത. ഏത് ഗവൺമെൻറ് ഇത്രയും ബാധ്യത വരുത്തി വെച്ചിട്ടുണ്ട്? ഏത് സർക്കാരിൻ്റെ കാലത്ത്? കേരള ചരിത്രം പരിശോധിച്ചോ? എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും ഇസ് ഓൺ റെക്കോർഡ്. എല്ലാ റെക്കോർഡിലുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങൾ ഈ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് ഈ സംസ്ഥാനത്തെ ഏറ്റവും ദുരിതപൂർണമായ കടത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് തള്ളിയിട്ട സർക്കാർ എന്നുള്ള സ്ഥിതിയിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. ഇത്രമാത്രം ഒരു ഡെറ്റ്, ഇത്രയും കടബാധ്യത
ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ 1996-2001 ഒരു വലിയ ക്രൈസിസ് ഉണ്ടായി ശ്രീ നായനാർ ഭരണകാലത്ത്. അതാണ് നമ്മൾ കണ്ട സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധി. അതിനേക്കാളൊക്കെ എത്ര രൂക്ഷമായ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ വരുത്തി വെച്ചിട്ട് എല്ലാം രക്ഷപ്പെട്ടു എന്ന സന്തോഷ വാർത്ത നമ്മളോട് പറയുകയാണ്. ഇനി GST, കേരളമല്ലേ കൺസ്യൂമർ പോയിന്റ് അല്ലേ, കേരളമല്ലേ കൺസ്യൂമർ സ്റ്റേറ്റ്. GST വരുമ്പോൾ ശ്രീ തോമസ് ഐസക്ക് അങ്ങയുടെ കസേരയിൽ നിന്ന് പറഞ്ഞത് ഒരു ടെൻഷനും വേണ്ട, 30% ടാക്സ് ഗ്രോത്ത് കേരളത്തിലുണ്ടാവും. കാരണം നമ്മളാണ് ഫസ്റ്റ് വരേണ്ടത്, നമ്മളാണ് കൺസ്യൂമർ പോയിന്റിൽ, നമുക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത്. വാറ്റ് വന്നപ്പോൾ നമ്മൾ മോശം സൈഡിലായിരുന്നു, കാരണം മാനുഫാക്ചറിങ് പോയിന്റിലായിരുന്നു ടാക്സ്, കൺസ്യൂമർ സ്റ്റേറ്റുകൾക്ക് മോശമായിരുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിനാണ് വലിയ ടാക്സ് ഗ്രോത്ത് ഉണ്ടാകേണ്ടത്. എന്നിട്ട് മന്ത്രി ഒരു കണക്ക് പറയുന്നുണ്ട്, ആ കണക്ക് ഭയങ്കര രസകരമായ കണക്കാണ്. അത് കോവിഡ് കാലത്തെ അതിന് ശേഷമുള്ള ഒരു പെർസെൻറ്റേജ് കൂടി കണക്കാക്കിയിട്ടൊരു 4 വർഷത്തെ ആവറേജ് പറയുക. അതിലേക്കൊന്നും പോകണ്ട. 2022, 23, 24, 25 ഈ 3 വർഷത്തെ ഒന്ന് നോക്കിയേ. ഈ 3 വർഷത്തെ ഒരു ആവറേജ് നോക്കിയേ. 29,000, 30,000, 33,000 കോടി. ആവറേജ് എത്രയാണെന്നറിയാം ഗ്രോത്ത്? ഈ 3 വർഷത്തെ ആവറേജ് ഗ്രോത്ത് 6.75%. മാനുഫാക്ചറിങ് സ്റ്റേറ്റുകൾ വരെ 12, 18, 20 വന്നിരിക്കുമ്പോൾ കേരളത്തിൻ്റെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ ആവറേജ് GST ഗ്രോത്ത് 6.75%. ഇത്ര പതറ്റിക് കണ്ടീഷനാണ് ടാക്സ് കളക്ഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, the prime duty of a state is to collect taxes. Then only we will be able to allocate money for welfare activities as well as development activities. പൈസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പൈസ കളക്ട് ചെയ്യണ്ടേ? ഞങ്ങൾ എത്രയോ പ്രാവശ്യം കാൽ പിടിച്ച് പറഞ്ഞു റീസ്ട്രക്ചർ ചെയ്യ്. വാറ്റ് മാറി GST വന്നപ്പോൾ അതിനനുരോധമായി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്യ്. ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയില്ല IGSTയിലെ നിങ്ങളുടെ തകരാറ്. 10-30,000 കോടി രൂപ കഴിഞ്ഞ 4-5 വർഷമായി IGSTയിൽ പ്രോപ്പറായി കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടില്ലേ? എന്നിട്ടും ആദ്യം എന്നെ പരിഹസിച്ചു, ഞാൻ 25,000 കോടി രൂപ നഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ. എൻ്റെ ഭാഗ്യത്തിന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അതേ ഫൈൻഡിങ് 3 മാസം കഴിഞ്ഞപ്പോൾ കൊടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വെറുതെ പറഞ്ഞതെന്ന് പറഞ്ഞത്. IGST നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സർക്കാർ ഏജൻസികൾ തന്നെ പറഞ്ഞില്ലേ എത്ര കോടി രൂപയാണ് പോകുന്നത്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം നിങ്ങൾ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ദയനീയമായ പരാജയമായി കമ്പയർ വിത്ത് ദി അതർ സ്റ്റേറ്റ്സ്. മറ്റ് സ്റ്റേറ്റുകളിൽ 90-92% സ്റ്റേറ്റുകളിൽ ഇത് റീസ്ട്രക്ചർ ചെയ്ത് ടാക്സ് വർദ്ധിപ്പിക്കണ്ടേ? ഗവൺമെൻറ്റിൻ്റെ ജോലി അതല്ലേ? ഇപ്പോൾ 2024-25 10% വളർച്ച. റവന്യൂ ന്യൂട്രൽ നിരക്ക് എത്രയാണ്? 14%. ഇവിടെ ആവറേജ് 6.75%. പ്രതീക്ഷിച്ച എസ്റ്റിമേറ്റിനേക്കാൾ 2,300 കോടി കുറവാണ് ഈ പ്രാവശ്യം പിരിച്ചത്. ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ട്, 24 ഡിസംബർ മാസത്തെ ഇയർ ഓൺ ഇയർ GST രേഖ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപ്രകാരം കഴിഞ്ഞ 2023 ഡിസംബറിനെ അപേക്ഷിച്ച് ഈ 24 ഡിസംബറിൽ 5% വളർച്ച മാത്രമാണ് ഉണ്ടായത്. നാഷണൽ ആവറേജ് തന്നെ 8% ആണ്. നാഷണൽ ആവറേജ് 8% ആണ്. പഞ്ചാബ് 22, തമിഴ്നാട് 11, തെലുങ്കാന 10%. കേരളത്തിൻ്റേത് ഇത് മാത്രം 5%. ഗ്രോത്ത്. സർ, ഈ IGST വിഹിതത്തിൽ പ്രതിവർഷം വന്നിരുന്ന ഈ 5,000-6,000 കോടി രൂപയുടെ ഈ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് അങ്ങയുടെ ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിക്കുന്നത്? ചില സ്റ്റെപ്പൊക്കെ എടുത്തു എന്ന് പറഞ്ഞു, പക്ഷേ അതൊന്നും റിസൾട്ടായിട്ട് വരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാ തലത്തിലും ഗണ്യമായ വർധനവ് വരുത്തി. ഏത് വർധനവ് വരുത്തിയാലും വർധനവ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റിനെ മറികടക്കാൻ പര്യാപ്തമല്ല. അനാവശ്യമായ വിലക്കയറ്റം സൃഷ്ടിക്കും എന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. നിലവിലുള്ള ടാക്സ് തന്നെ പിരിച്ചെടുക്കാൻ നോക്കണം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഏരിയ പറയാം, വാഹന വിൽപ്പന ഗണ്യമായി കൂടി കേരളത്തിൽ, വാഹന വിൽപ്പന. എന്നാൽ വാഹന സർവീസ്, സ്പെയർ പാർട്സ് എന്നിവയുടെ കച്ചവടം അതിൻ്റെ ആനുപാതികമായിട്ട് ഉയരുന്നില്ല. നിർമ്മാണ മേഖല തഴച്ചു വളരുകയാണ്. പക്ഷെ നിർമ്മാണ മേഖലയിലെ കമ്പി, സിമൻറ്റ്, മെറ്റൽ, പാറപ്പൊടി എന്നിവയിൽ നിന്നുള്ള നികുതി വരുമാനം കുറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ ഓരോ സെക്ടർ നിങ്ങൾ പഠിക്കണ്ടേ? ഗോൾഡിൽ എന്താണ് സംഭവിക്കുന്നത്?
കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എന്താ ഏറ്റവും കൂടുതൽ നമുക്ക് ടാക്സ് വരുന്ന ഏരിയ അഡ്രസ്സ് ചെയ്ത് അതിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് എന്തുകൊണ്ട് കുറവ് വരുന്നു എന്ന് പരിഹരിച്ചു പോകും. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, പക്ഷേ അതിൽ നിന്നുള്ള നികുതി വരുമാനം ഭയങ്കരമായിട്ട് കുറയുന്നു. പിന്നെ ഇലക്ട്രിക്കൽ, സാനിറ്ററി വെയർ, ഇലക്ട്രോണിക്, ടൈൽ വിപണി ഇതൊക്കെ മന്ദീഭവിച്ചു. എന്നാൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ലേ? അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഈ സാധനങ്ങൾ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. നികുതി വെട്ടിപ്പ് നടന്ന രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, സർക്കാരിനൊരു നഷ്ടം ഉണ്ടാവും, നികുതി നഷ്ടം ആദ്യം. രണ്ടാമത്, ഒരു ജെനുവിൻ ടാക്സ് പെയർ വേറെ ഇരിക്കുന്നുണ്ട് അവിടെ. കുറേ പേര് കട വാടകയ്ക്കെടുത്ത് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത് എംപ്ലോയീസിനെ വെച്ച് വാട്ടർ ചാർജ് കൊടുത്തിരിക്കുന്നുണ്ട്. അവൻ പൂട്ടിപ്പോവാണ്. അവൻ പൂട്ടിപ്പോയാൽ ഭാവിയിലേക്കുള്ള നമ്മുടെ ജെനുവിൻ ടാക്സ് പെയർ ഇല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് വരുമാനം ഉണ്ടാകുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഈ വരുമാനം കുറഞ്ഞു വരുന്ന ഏതെങ്കിലും സെക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എന്തുമാത്രം ഭക്ഷണശാലകൾ അനുദിനം വർദ്ധിക്കുന്നുണ്ട്. നിങ്ങളൊരു ടാക്സിൻ്റെ നെറ്റ്വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാക്സേഷൻ എങ്ങനെയാണ്? കൂടുതൽ ടാക്സ് ഈടാക്കുകയല്ല, ടാക്സിൻ്റെ നെറ്റ്വർക്ക് വൈഡൻ ചെയ്യാണ്. ടാക്സിൻ്റെ നെറ്റ്വർക്ക് വൈഡൻ ചെയ്യാൻ എന്ത് സംഭവം എടുത്തു? കഴിഞ്ഞ വർഷം തമിഴ്നാട് സർക്കാർ UPI ട്രാൻസാക്ഷൻ ഡാറ്റ വിശകലനം ചെയ്ത് GST രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്കെതിരായി നടപടി സ്വീകരിച്ചു. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത എത്ര പേരുടെ കച്ചവടം നടത്തുന്നുണ്ട്? ഒരു ഡാറ്റ അനലൈസ് ചെയ്തിട്ട് തമിഴ്നാട് ചെയ്ത എത്ര രൂപയുടെ വരുമാനം അവർക്ക് കൂടിയെന്നറിയാമോ? ഇതൊരു നടപടി എടുക്കുന്നില്ല. ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്ന് ഡാറ്റ ശേഖരിച്ച് വിശകലനം നടത്തി ടാക്സ് പെയർ സർവീസ് സർക്കിളുകൾക്ക് കീഴിൽ ഒരു സർവേ നടത്തിയാൽ മാസം ഒരു 10 രജിസ്ട്രേഷൻ പുതിയതെടുപ്പിച്ച കിട്ടുമല്ലോ, നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുമല്ലോ. എത്രമാത്രം സ്ഥാപനങ്ങൾ വരുന്നുണ്ട്? അതിൻ്റെയൊക്കെ ഒരു കണക്കും ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീപ്പ് ചെയ്യുന്നില്ലേ? അവിടെ നിന്ന് അതെടുത്ത് അത് അനലൈസ് ചെയ്ത് ടാക്സ് വർദ്ധിപ്പിക്കണ്ടേ? ഞാൻ ഏറ്റവും കൂടുതൽ സർക്കാരിനെ വിമർശിക്കുന്നത് നികുതി പിരിക്കുന്ന കാര്യത്തിൽ ദയനീയമായ പരാജയം. ഈ നമ്മളിവിടെ എത്ര പ്രാവശ്യം പറഞ്ഞു, എത്ര ബാറുണ്ട് കേരളത്തിൽ? 900ഓളം ബാറുണ്ട്. ബാറുകളിൽ നിന്നുള്ള TOT ടേൺ ഓവർ ടാക്സ് കുറഞ്ഞു വരിക, എന്നിട്ട് പറഞ്ഞ് നടപടി സ്വീകരിക്കുമെന്ന് പറയും. ഈ പ്രാവശ്യം എത്ര ബാറിലാണ് പരിശോധന നടത്തിയെന്ന് അറിയാം? 2023-24 2017-18 തൊട്ട് നോക്കുമ്പോൾ 2023 ആകെ 18 ബാറിലാണ് പരിശോധന നടത്തിയത്. 900 ചില ബാറുണ്ട്. അതായത് നമുക്ക് കറക്റ്റ് കണക്കുണ്ട്. ബിവറേജ് കോർപ്പറേഷനിൽ നിന്നാണ് ബാറുകൾ ലിക്കർ വാങ്ങിക്കുന്നത്, അതിൻ്റെ കണക്കുണ്ടല്ലോ ബിവറേജിൽ. എന്നിട്ട് ഇവർ ഒരു പെഗിന് 200 രൂപയ്ക്കോ 250 രൂപയ്ക്കോ വിറ്റാൽ ഇവർ 50 രൂപയാണ് എഴുതിയെടുക്കുന്നത്. അപ്പോൾ ടേൺ ഓവർ കുറഞ്ഞില്ലേ? 5-1 ഒരു ദിവസം 3 ലക്ഷം 4 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു ബാറിൻ്റെ ടേൺ ഓവർ അവർ കാണിക്കുന്ന 1 ലക്ഷമായിട്ടാണ്. അപ്പോൾ ഒരു മാസം എത്ര രൂപയായി? ഒരു വർഷം എത്രയായി? എത്ര കോടി രൂപയായി? അപ്പോൾ 900 ബാർ കൂടുമ്പോഴോ? നിങ്ങളോട് ഞങ്ങൾ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു? നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും 18 ആരെ നിങ്ങൾ സന്തോഷിപ്പിക്കാനാ? ആരെ തൃപ്തിപ്പെടുത്താൻ ഇതൊക്കെ ചെയ്യാത്തത്? സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരുമാനം വരേണ്ട ഒരു ഏരിയയല്ലേ? ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു മടുത്തു. ഗോൾഡിൻ്റെ കാര്യം ഒന്നും ചെയ്യില്ല, ഒരു നടപടി എടുത്തില്ല. 6-7 കോടി രൂപയുടെ നഷ്ടം ഒരു പെർ ഇയർ ഗോൾഡിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ കിട്ടിയാലല്ലേ ഈ വികസന പ്രവർത്തനങ്ങളും ഈ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒടുക്കത്തെ പ്ലാൻ കട്ടാണ്. പ്ലാൻ സൈസ് കട്ട് ചെയ്യുക. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് അവിടെ സബ്സിഡി റേറ്റിൽ സാധനങ്ങൾ കൊടുക്കണ്ടേ? ഇപ്പോൾ വച്ചിരിക്കുന്ന പൈസ മതിയോ? കടം തീർക്കാൻ പറ്റുമോ? ഇപ്പോൾ വച്ചിരിക്കുന്ന ഈ വർഷം വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് കടം തീർക്കാൻ പറ്റുമോ? നിങ്ങൾ കാരുണ്യ ബെനവലൻ്റ് സ്കീമിനും ഈ വർഷം വെച്ചിട്ടുണ്ട്. ഈ വർഷം വെച്ചേക്കണ പൈസ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ഇതുവരെയുള്ള കടം തീർക്കണതിൻ്റെ പകുതി പൈസ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പരിപാടി ഫ്രീസ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന കാര്യമാണ് ഇതെല്ലാം പറഞ്ഞത്. ഇപ്പോൾ GST കൗൺസിലിൽ കേരളം ആവശ്യപ്പെട്ട പ്രകാരമാണ് നമുക്ക് ബിസിനസ് ടു ബിസിനസ് സ്വർണ്ണ ഇടപാടുകൾക്ക് E-Way ബില്ല് കൊണ്ടുവന്നു. E-Way ബില്ല് കൊണ്ടുവന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ്. ജനുവരി 25 മുതൽ മാത്രം അത് കേരളം ആവശ്യപ്പെട്ട് നിശ്ചയിച്ച 2 ലക്ഷം എന്നത് 10 ലക്ഷം ഉയർത്തി. ഇത്രയും നഷ്ടം സംഭവിക്കുന്ന സ്വർണ്ണ വ്യാപാര മേഖലയിൽ എന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് നിങ്ങളത് നടപ്പാക്കിയത്? 1.5 കൊല്ലം. നമ്മൾ ആവശ്യപ്പെട്ട കാര്യമോ GST കൗൺസിൽ E-Way ബില്ല് വേണമെന്ന്? എന്നിട്ട് അവർ തീരുമാനം എടുത്തിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. ഇനി എല്ലാ റിപ്പോർട്ടും റാങ്ക് കിട്ടിയ കാര്യമൊക്കെ എല്ലാവരും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ബജറ്റിനെ കുറിച്ചല്ലേ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് പാരഗ്രാഫാണ് എൻ്റെ ടോപ്പിക്. ഫസ്റ്റ് പാരഗ്രാഫ് സന്തോഷ വാർത്തയാണ്. എൻ്റെ തീം അതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ. സാർ, 2025 പുറത്തിറക്കിയ 2023 വർഷത്തെ പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയുണ്ട്. അതായത് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് നീതി ആയോഗ് ഇറക്കിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ 18 പ്രധാന സ്ഥാപനങ്ങളുടെ
സംസ്ഥാനങ്ങളുടെ നിരയിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? 15ാമതാണ്. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അതായത് ധനവിനിയോഗത്തിലെ കാര്യക്ഷമത, വരുമാന സമാഹരണം, സാമ്പത്തിക അച്ചടക്കം, വായ്പയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡെറ്റും GSDPയും തമ്മിലുള്ള റേഷ്യോ, ഡെറ്റ് ഇൻഡെക്സ്, കടം താങ്ങാനുള്ള പരിധി തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് 18 സംസ്ഥാനങ്ങളിലെ ഫിസ്ക്കൽ ഹെൽത്ത് സ്റ്റാറ്റസ് പരിശോധിച്ചപ്പോൾ സാമ്പത്തിക ആരോഗ്യം കേരളത്തിൻ്റേത് 15ാമതാണ്. 15. വേറെ ഏതോ 1-2 സ്റ്റേറ്റാണ് പുറകിലുള്ളത്. ഇതാണ് സ്ഥിതി. അപ്പോൾ ഈ GSDP കടം അനുപാതം 2018-19 30.7 എപ്പോഴും നമ്മളൊരു സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം നമ്മൾ അളക്കുന്നത് GSDP ഡെറ്റ് റേഷ്യോ. 2018-19 എത്രയായിരുന്നു? 30.7% കടവും GSDPയും തമ്മിൽ. പണ്ട് തോമസ് ഐസക്ക് സ്ഥിരമായിട്ട് പറയും, നിങ്ങൾക്ക് എന്താ പേടിക്കേണ്ടത്? ഡെറ്റ് GSDP റേഷ്യോ നോക്കിയാൽ പോരെ. ആ ഡെറ്റ് GSDP റേഷ്യോ നോക്കിയാൽ ഇക്കോണമി വളരുന്നതനുസരിച്ച് കടത്തിൻ്റെ റേറ്റ് വളരും. ഇവിടെ കടത്തിൻ്റെ തുക മാത്രമല്ല വർദ്ധിച്ചത്, ശതമാനം വർദ്ധിക്കുകയാണ്. മനസ്സിലായില്ലേ? റേഷ്യോ വർദ്ധിക്കുകയാണ്. 30.7% ഉണ്ടായിരുന്ന ഡെറ്റ് റേഷ്യോ 37.6. 37.6. ഇതാണ് ആരോഗ്യമുള്ള കുഞ്ഞ്. ഇതാണ് ആരോഗ്യം. പരിതാപകരമായ ഇൻഡിക്കേറ്ററാണ്, ഫിസ്ക്കൽ ഇൻഡിക്കേറ്ററാണ് GSDP. ഈ ഡെറ്റ് റേഷ്യോ, കടത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഷോക്കിംഗ് ആണ്. അത് സന്തോഷ വാർത്ത. പിന്നെ മൂലധന ചെലവ് വാർഷിക വർധന കുറഞ്ഞു. 2022-23 കുറഞ്ഞു. ഞാൻ എല്ലാം വായിക്കുന്നില്ല സമയക്കുറവ് മൂലം. ഇതാണ് ഇതിൻ്റെ സ്റ്റേജ്. ഇപ്പോൾ കുടിശ്ശിക, കരാറുകാർക്ക് കുടിശ്ശിക അപ്ഡേറ്റഡ് അല്ല, 10,000-ലേറെ കോടി രൂപ. ഉച്ചഭക്ഷണ കുടിശ്ശിക 75 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് 700 കോടി മരുന്ന് വാങ്ങിയത് മരുന്നില്ല. കാരുണ്യ സുരക്ഷാ പദ്ധതി 1200 കോടിയും 350 കോടി സ്വകാര്യ ആശുപത്രികൾക്കും. അത് ഈ വർഷം വരുത്തിയിരിക്കുന്നത് വകവച്ചിരി 1550 കോടി രൂപ ഒരു കടം മാത്രം. ഈ വർഷം വെച്ചിരിക്കുന്നത് 700 കോടിയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപ ആക്കുമെന്ന് പറഞ്ഞു. നെല്ല് സംഭരിച്ചതിൻ്റെ പൈസ 128 കോടി അല്ലേ? 128 കോടി കിട്ടാൻ ഉണ്ടല്ലോ. എല്ലാവർക്കും, സപ്ലൈകോ, വിതരണക്കാർക്ക്, കർഷകർക്ക് നൽകാനുള്ള തുക വളരെ തുകയാണ്. ഇത് കടാശ്വാസ കമ്മീഷൻ, നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് കംപ്ലീറ്റ് പോയി. ഇപ്പോൾ ബാങ്കുകൾ അവരുടെ ആധാരം കൊടുക്കുന്നില്ല. നിങ്ങൾ വെൽഫെയർ ആക്ടിവിറ്റീസ്, ആശ്വാസ കിരണം പദ്ധതി, നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ ക്ഷേമനിധി പദ്ധതികൾ എല്ലാം എടുത്തു. അതിന് കൂടെ ഈ നെട്ടിപ്പിക്കുന്ന ഈ പ്ലാൻ കട്ടുകൂടി. മന്ത്രിയെ എപ്പോഴും നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടയ്ക്ക് പറയും, നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടെന്ന് പറയും. അപ്പം ഞാൻ ഓർത്ത് ഇതൊരു ഭയങ്കരമായ ഒരു സംഭവം. പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു കൗശലം നിറഞ്ഞൊരു വലിയ സാമ്പത്തിക മാനേജ്മെൻറ്റ് തന്ത്രമായിരിക്കും ധനകാര്യമന്ത്രി പറയുന്നതാണ്. ഇപ്പോഴാണ് മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് പ്ലാൻ കട്ടാണ്. 50% പ്ലാൻ കട്ട്. പ്ലാൻ സി കട്ടാവും. പ്ലാൻ ബിയിൽ നിന്ന് പ്ലാൻ സി, പ്ലാൻ കട്ടാണ്. ഇതാണ് പ്ലാൻ ബി. ഇതാണ് സ്റ്റേറ്റിൻ്റെ സംഭവം. സർ, ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചെങ്കിലും 2 കാര്യം മുഖ്യമന്ത്രിയുടെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. സാർ, ഇന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. അപ്പോൾ ഈ ആഴ്ച 5 പേരായി. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 4 പേരായി മരിക്കുന്നു. വലിയ ഭീതിയാണ്. അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് എന്തെങ്കിലും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ ആനകൾ ചൂടായിട്ട് വീണ്ടും ഇറങ്ങും, ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആഹാരമോ വെള്ളമോ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരു ഗവൺമെൻറ് ദയവ് ചെയ്ത് ഗവൺമെൻറ് ആക്ട് ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകണം. ആളുകൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കണം. ആളുകൾ അവർ തിരഞ്ഞെടുത്ത ജനങ്ങൾ, അവർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരാഗ്രഹിക്കുന്നത് അവർ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രസൻസാണ്. ദൗർഭാഗ്യവശാൽ അതില്ല. ഇവിടെ വി ജോയി പറഞ്ഞ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത് പാർട്ടിയിലെ കാര്യം കൊണ്ടാണ്. അവിടെ നിന്ന് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ജോയിക്ക് അറിയില്ല എന്നിട്ടാണ്. ജോയി മലയോരത്ത് പോകാത്തതുകൊണ്ടാണ്. സങ്കടങ്ങളാണ്, കണ്ണുനീരാണ്, വിഷമമാണ്, പ്രയാസമാണ്. ഈ ബജറ്റും കഴിഞ്ഞ പ്രാവശ്യവും കട്ട് ചെയ്തു, പ്ലാൻ കട്ട് ചെയ്തു, ബജറ്റ് അലോക്കേഷൻ കട്ട് ചെയ്തു. വച്ചിട്ട് കാര്യമില്ലല്ലോ, പൈസ മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ പണം കൺവെൻഷനൽ ആയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പണം കൊടുക്കുന്നില്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല. അവർക്ക് പൈസ കൊടുത്തിട്ടില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, പൈസ കൊടുത്തില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫെൻസിങ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കിടങ്ങ് കുഴിക്കാൻ പറ്റുന്നില്ല, ഹാങ്ങിങ് ഫെൻസിങ് പറ്റുന്നില്ല, റെയിൽ ഗാർഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പരിതാപകരമായ അവസ്ഥ. കൃഷി മുഴുവൻ തകർന്ന് തരിപ്പണമായി.
വലിയ പ്രയാസത്തിൽ നിൽക്കുകയാണ്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, അങ്ങ് മുനമ്പത്തെ ആ വഖഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അങ്ങ് ഉറപ്പ് കൊടുത്താണ് അത് പരിഹരിക്കും ശാശ്വതമായി. ഇന്ന് അത് മുൻകൈയെടുത്ത് അത് ശാശ്വതമായി പരിഹരിക്കണം. അതൊരു സാമൂഹ്യ സംഘർഷത്തിലേക്ക് പോകരുത്. ഈ സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള വഖഫ് ബോർഡ് ചെയർമാൻ ഇന്നലെയായിട്ട് വളരെ മോശമായിട്ടുള്ള സംസാരം നടത്തി. നിങ്ങളൊരു കമ്മീഷൻ വെച്ചു, ആ കമ്മീഷൻ കോടതി ഇടപെട്ട് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു കമ്മീഷൻ ഫാക്ട് ഫൈൻഡിങ് ആണെന്ന് കോടതി പറഞ്ഞു ഇല്ലേ? ഫാക്ട് ഫൈൻഡിങ് ആണ് കമ്മീഷൻ എന്ന് പറഞ്ഞു. ഒരു ഫാക്ട് ഫൈൻഡിങ് ഒരു കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വഖഫ് ബോർഡ് ചെയർമാൻ ഇതുപോലെ പ്രകോപനപരമായ കാര്യങ്ങൾ പറയാമോ? അങ്ങ് അവരോട് നിയന്ത്രിക്കണം. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കേസാണ്. ഗവൺമെൻറ് ഇടപെട്ട് അങ്ങ് കൊടുത്ത വാക്കാണ് അവരെ കുടിയിറക്കില്ലെന്നും അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ അവിടെ കൊടുക്കുമെന്നും. മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ ഈ അനിശ്ചിതാവസ്ഥ പരിഹരിച്ച് അവർക്കൊരു പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. ഞങ്ങൾ ആ കാര്യത്തിലുള്ള പൂർണ്ണമായ പിന്തുണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. സാമൂഹ്യ സംഘർഷം ഈ വിഷയത്തിൻ്റെ പേരിൽ തീർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒരുമിച്ച് നേരിടണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. അങ്ങയുടെ ഇടപെടൽ ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. സർ, ഞാൻ വേറെ ഒന്നിലേക്ക് കുറിച്ച് പറയുന്നില്ല. ഞാൻ അവസാനം ശൈല ടീച്ചർ കോൺഗ്രസ്സിൽ 5-6 മുഖ്യമന്ത്രിമാരാണ് നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ആരും പറഞ്ഞോട്ടെ പ്ലീസ്. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറയണ്ടേ, ഞാനല്ലേ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളെല്ലാം കുറച്ച് പുറത്തുള്ള ആളുകൾ, കുറേ നെറേറ്റീവ്, കുറേ മീഡിയ കൂടി, ഞങ്ങളൊന്നും തമ്മിലൊരു തർക്കമില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ടാണ് പോകുന്നത്. പിന്നെ ശൈല ടീച്ചർക്ക് വലിയ വിഷമം ഉണ്ടാവും. കാരണം എന്താ അറിയോ, ശൈല ടീച്ചർ ഒരു PR ഏജൻസിക്ക് വെച്ച് മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയതുകൊണ്ടാണ് ട്രഷറി ബെഞ്ചിൽ ഇരിക്കേണ്ടിയിരുന്ന അവരിപ്പോൾ ആ ബെഞ്ചിലിരിക്കണം. അതിന് ഞങ്ങളുടെ മീതെ കയറരുത് ദയവ് ചെയ്ത്. ഞാൻ സാർ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ എതിർക്കുന്നു.